ഓൾ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ. 8 കോഴി മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തത്. 250 ഗ്രാം മൈദ, 200 ഗ്രാം പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ട്ടോ. പഞ്ചസാര പൊടിച്ചത് ഞാൻ കുറച്ച് തിന്നിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ടൈഗറിന്റെ ചോക്ലേറ്റ് എസൻസ്. പിന്നെ ഞാനിവിടെ എടുത്തത് വിവോ വിപ്പിംഗ് ക്രീമാണ്. ഈ പാക്കറ്റിൽ 1 കിലോയിൽ കൂടുതലുണ്ട്, പക്ഷെ നമുക്ക് 1 കപ്പ് മതിയാകും. അപ്പം ഇതാണ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഈ പാത്രം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് എടുത്തു വെച്ച 8 മുട്ട പൊട്ടിച്ച് ഇതിലോട്ടിടാം. നമ്മള് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മള് മുട്ട 8 എണ്ണവും ഇതിലിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ടിരിക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കേക്കിന്റെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ നമ്മളുടെ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇതിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാതും 200 പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചെടുക്കാം. ആദ്യമായിട്ട് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 250 ഗ്രാം മൈദ. ഇത് രണ്ടും ഫസ്റ്റ് അരിച്ചെടുക്കാം. ഇങ്ങനെ കൊക്കോ പൗഡറും ഇതിലിട്ട് അരിച്ചെടുക്കാം. ഇപ്പൊ കണ്ടോ, അതിലുള്ള തരികളൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ബാക്കിയുള്ള മൈദയും കൂടി തരിച്ചെടുക്കാം. നമ്മള് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. 3-4 തുള്ളി എസൻസ് ഒറ്റിച്ചു കൊടുക്കാം. ഞങ്ങളടുത്ത് ഇപ്പൊ വാനില എസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചോക്ലേറ്റ് എസൻസ് ഒറ്റിച്ചു കൊടുത്തത്. ഇപ്പൊ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തത് ഇതിലോട്ട് കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടായി ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം.
ബട്ടർ പേപ്പർ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി അതിന്റെ മുകളിൽ എണ്ണ പുരട്ടി കൊടുക്കാം. ഇപ്പം എണ്ണ ഒക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്ത് വെക്കാം. ഇനി നമ്മുടെ മിക്സ് ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 8-10 മിനിറ്റ് മതിയാകും. അപ്പോഴേക്കും ഈ കേക്ക് റെഡിയാവും. കുക്കർ അടച്ചിട്ട് വിസിൽ ഊരി വെക്കാം. അതിമേലുള്ള വിസിൽ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 8-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. പത്ത് മിനിറ്റായി ഇത് വെച്ചിട്ട്. ഇനി നമുക്ക് കുക്കറിന്റെ മൂടി തുറന്ന് നോക്കാം. ഒരു ഈളെടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് വെക്കാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ചൂടാറിയൊന്ന് നോക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മള് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. ഇപ്പൊ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനടിയിലുള്ള ബട്ടർ പേപ്പർ എടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെത്തി കൊടുക്കാം. ഇനി നമുക്ക് കത്തിയെടുത്ത് കേക്ക് കട്ട് ചെയ്യാം. 2-3 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിത് കട്ട് ചെയ്യാണ്. വിപ്പിംഗ് ക്രീമിന്റെ കൂടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ 10 രൂപയുടെ ഒരു ബ്രൂ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റിൽ 2 സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നല്ല ക്രീമി ആയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. 2 സ്പൂൺ കോഫി പൗഡർ, 2 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ ചൂടുവെള്ളവും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. ഇപ്പൊ അത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം.
ഇനി നമുക്ക് പഞ്ചസാര മെൽറ്റ് ആക്കി എടുക്കാം. 1 കപ്പ് വെള്ളം നമുക്ക് മെൽറ്റ് ആക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മള് പഞ്ചസാര ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് അടുപ്പത്ത് വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഇപ്പൊ ഇത് കൊറേയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മള് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടേക്ക് ഇതിരിക്കുക. ടൈറ്റായി വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ? ഇപ്പൊ നമ്മളൊരു മൂടിയാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നമുക്ക് 1 സ്പൂൺ ക്രീം അതിലാക്കി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് കേക്ക് അതിന്മേൽ വെച്ചു കൊടുക്കാം. 1 ലെയറാട്ടോ നമ്മൾ വെച്ചത്. ഇനി നമുക്ക് അതിന്റെ മുകളിലൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് സൈഡിലൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ സൈഡൊക്കെ ഒന്ന് ഉറപ്പായിട്ടിരിക്കും. ഇപ്പൊ നമ്മള് 1ാമത്തെ ലെയർ ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് 1 സ്പൂൺ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. അപ്പൊ നമ്മള് 2ാമത്തെ ലെയറും വെച്ച് ഷുഗർ സിറപ്പും ഒഴിച്ച് അതിന്റെ മുകളിൽ ക്രീം തേക്കുകയാണ്. ഇനി നമുക്ക് ഈ ക്രീമിലേക്ക് കുറച്ച് കോഫി ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മള് ഈ ഒരു കേക്കിന്റെ മുകളില് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ അത് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോഫി പൗഡർ ഒക്കെ കണ്ടപ്പം അപ്പൊ അതൊക്കെ എടുത്ത് ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറും 10 രൂപയുടെ കോഫി പൗഡർ ഇതിന് ചെലവുള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെ പൂവ് വരച്ചു കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞു ഡെക്കറേഷൻ അതിന് നടുവിൽ ഒരു പൂവും കൂടി വരച്ചു കൊടുക്കാം. ഇത് വൈറ്റ് ആട്ടോ, ഫുൾ വൈറ്റ് ആണ്, കോഫി ചേർത്തിട്ടില്ല നടുവിലിടുന്ന പൂവിന്. എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ നമുക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. നല്ലൊരു ടേസ്റ്റ് ആട്ടോ കേക്കിന്. ആ കോഫിയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ വന്നപ്പോ കൊക്കോ പൗഡറും ആ ഒരു എസൻസും കോഫി പൗഡറും ഒക്കെ വന്നപ്പോ നമ്മളെ കേക്കിന്റെ ആ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ എനിക്കറിയുന്ന ഡിസൈൻ ആട്ടോ ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് ഏത് ഡിസൈനും കൊടുക്കാന്നാണ്. പിന്നെ ഞങ്ങളെടുത്ത് ഒരു മിലാനോടെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു.
ചോക്ലേറ്റ് അല്ല, ഒരു ബിസ്ക്കറ്റ്. അപ്പം അത് പൊടിച്ച് ഇതിന് ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 30 രൂപയുടെ ഒരു വലിയ പാക്കറ്റ് കിട്ടും. അതിൽ 6 എണ്ണം ഉണ്ടാവും മിലാനോ ബിസ്ക്കറ്റ്. അപ്പം അതിലൊന്ന് ഞാൻ പൊടിച്ചിട്ടതാണ്. വെറും ഒന്നേ എടുത്തിട്ടുള്ളൂ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. ഈ പാക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് മിലാനോയുടെ ചോക്കോ ഡെലൈറ്റ് ബിസ്ക്കറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തതാണ്. ഇപ്പം മിലാനോയുടെ ആ ഒരു ബിസ്ക്കറ്റും കോഫി പൗഡറും കൊക്കോ പൗഡറും ഒക്കെ വന്ന് നല്ലൊരു അടിപൊളി കേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ കട്ട് ചെയ്യാണ് കേട്ടോ കേക്ക്. അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്. നമ്മളൊരു പീസ് എടുത്തു. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കേക്ക് കഴിക്കാൻ എൻ്റെ അനിയത്തിയും ഉണ്ട് എൻ്റെ കൂടെ. നമ്മളിപ്പോ കേക്ക് കട്ട് ചെയ്യുന്ന തിരക്കിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ആണ്. ഇനി ഞങ്ങളുടെ രണ്ടാളുടെയും പേര് നിങ്ങൾക്ക് അറിയണ്ടേ? എന്റെ പേര് റിഫ ഫൈറോസ്. എന്റെ പേര് പറഞ്ഞെടുക്ക്. എന്റെ പേര് നഷ്വ ഫൈറോസ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.